ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലത്തെ ഭ്രാന്തുണ്ടായിരുന്നു എന്ന് പറയാം? നമ്മുടെ പണ്ട് കേബിൾ ടി വി ആയിരുന്ന സമയത്ത് എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവം എനിക്കുണ്ടായിരുന്നത് ഈ നമ്മുടെ നാഷണൽ ജോഗ്രഫി, അതുപോലെ ഡിസ്കവറി, അനിമൽ പ്ലാനറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അധികം പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കത് എത്ര കണ്ടാലും മടുക്കില്ലായിരുന്നു. അതിൽ തന്നെ നമുക്ക് വളരെ ഫെമിലിയറായൊരു സൗണ്ട് ഉണ്ടായിരുന്നു, ഡേവിഡ് ആറ്റിംബ്രോ. അങ്ങയുടെ സൗണ്ട് അങ്ങേര് എന്ന് തുടങ്ങിയാൽ തന്നെ അറിയില്ല, അത്രയും പഴയ നരേറ്ററാണ്, നാച്ചുറലിസ്റ്റാണ്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ഈ ഒരു സീരീസ്, എർത്ത് സീരീസ് പറഞ്ഞിട്ട് ഇത് BBC വന്നിരുന്നതാണ്. ബി ബി സി എർത്ത്. അങ്ങനെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു 100 വയസ്സൊക്കെ ആവാറായിട്ടുണ്ടാവും. അതിൽ അങ്ങേരെ ഒരു സൈനിങ് ഓഫ് നടത്തിയിട്ടുണ്ട്. അതായത് ഇനിയൊരു വീഡിയോ ഉണ്ടാവില്ല എന്ന് അങ്ങേർക്കറിയാം. അത് ലാസ്റ്റ് എത്ര അടിപൊളിയായിട്ടാണ് അയാൾ 1940s തുടങ്ങിയാണെന്നോ അങ്ങനെ പറഞ്ഞിട്ടാണ് അയാളെ അവസാനിപ്പിക്കുന്നത്. ശരിക്കും ഒരാളെ നിങ്ങളൊന്ന് ആലോചിച്ചു, അയാളെ കരിയർ തുടങ്ങി ഇതെൻ്റെ ലാസ്റ്റാണ്, അയാൾ അറിഞ്ഞുകൊണ്ട് അതിനെ സൈനിങ് ഓഫ് ചെയ്യുക. അതായത് ഇനി അടുത്ത എൻ്റെ മരണമാണെന്ന് അയാൾ കൺഫേം ചെയ്തിരിക്കണം അവിടെ. അങ്ങനെ സൗണ്ട് കേൾക്കണം, ഇത്രയും സൂത്തിങ്ങായ ഒരു സൗണ്ട് വേറൊന്നുമില്ല. അയാളൊരു നിങ്ങൾക്ക് അയാളെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങേര് നമ്മുടെ ജുറാസിക് പാർക്കില്ലേ, ഫസ്റ്റ് ജുറാസിക് പാർക്ക്, അതിൽ വെളുത്ത താടി വെളുത്ത മീശയൊക്കെ ഉള്ളൊരു പ്രായ അയാൾ വരുന്നില്ലേ, അയാളെ ബ്രദറാണ്. അങ്ങേരുടെ പേര് ഞാൻ മറന്നു, ജെയിംസ് ആറ്റിംബ്രോ അങ്ങനെ എന്തോ ആണ് അങ്ങേരുടെ പേര്. അപ്പോൾ എനിക്ക് ആ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ കുറച്ചൊരു ഫീലിംഗ് ആയി. കാരണം നമ്മൾ ഒരു യുഗം അവസാനിക്കല്ലേ, നമ്മുടെ ഓർമ്മയും അവസാനിക്കുകയാണ്, അങ്ങേരെ ഓർമ്മയും അവസാനിക്കുകയാണ്. അപ്പോൾ ഞാനിത് US eBayന്ന് മേടിച്ചാണ്. അങ്ങനെ സീരീസാണിത്. ഇതിൻ്റെ 5-6 കൂടെ ഉണ്ട് തോന്നുന്നു. പ്ലാനറ്റ് എർത്ത് ഉണ്ട്, സീ ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ വെറുതെ അങ്ങേരുടെ ഒരു സംസാരം കേട്ട് നോക്കുക, അടിപൊളിയാണ്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എൻകറേജ് ചെയ്യുക, നമ്മളെ കുറച്ചൊക്കെ ഒരു പ്രബുദ്ധത കാണിക്കുക പ്രകൃതിയോടും മറ്റുള്ളതിനോടൊക്കെ. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.